കിറ്റും പെൻഷനും നൽകി വോട്ട് നേടി വിജയിച്ച പിണറായി വിജയൻ പിന്നീട് പെൻഷൻ്റെ പേരിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു വർഷമാണ് 2023. പെൻഷൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിച്ചച്ചട്ടി എടുത്ത് തെരുവ് തെണ്ടിയ മറിയക്കുട്ടിയമ്മ അവരിന്ന് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റാറാണ്. വാർത്തയുടെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന താരമാണ്. അവരിന്ന് കോടതി കയറിയിരിക്കുന്നു നീതിക്ക് വേണ്ടി. ഈ സന്ദർഭത്തിൽ അവർക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭയാണ് നമ്മളോടൊപ്പമുള്ളത്. നമസ്കാരം. അങ്ങ് ഏത് സാഹചര്യത്തിലാണ് മറിയക്കുട്ടിയമ്മയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിലെത്തിയത്? മറിയക്കുട്ടിയമ്മയെ എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അവരുടെ മക്കളെയും ഒക്കെ അറിയാം. അവർ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിലുള്ള ആളുകളാണ് അവരുടെ കുടുംബം. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ മറിയക്കുട്ടിയമ്മയ്ക്ക് 5-6 മാസത്തെ പെൻഷൻ കുടിശ്ശിയായ സാഹചര്യത്തിൽ മറിയക്കുട്ടിയമ്മ അടിമാലി ടൗണിലൂടെ ഒരു പ്രതിഷേധം നടത്തി. അതായത് ഈ പെൻഷൻ കുടിശ്ശിയായതുകൊണ്ട് ഞാൻ പിച്ച തെണ്ടുകയാണ് എന്ന് പറഞ്ഞ് ഒരു പിച്ചച്ചട്ടിയുമായിട്ട് അടിമാലി ടൗണിലൂടെ പല ആളുകളോടും പിച്ച തെണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ അങ്ങനെ ആ പിച്ച തെണ്ടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അതൊരു വാർത്തയിലേക്ക് വന്ന സാഹചര്യത്തിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലെ ദേശാഭിമാനി പത്രത്തിൽ ഈ മറിയക്കുട്ടിയമ്മ ധാരാളം സ്വത്തുക്കളുള്ള ആളാണെന്നും അതുപോലെ അടിമാലി ടൗണിലെ അടിമാലി പഞ്ചായത്തിലെ മന്നാങ്കണ്ടം വില്ലേജിൽ 2 വീടുകളുണ്ടെന്നും ആ വീടിൽ ഒരെണ്ണം 5000 രൂപ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണെന്നും മകള് വിദേശത്ത് ജോലി ചെയ്ത് നല്ല ശമ്പളം കിട്ടുന്ന ആളാണെന്നും മറ്റും. അതായത് മറിയക്കുട്ടിയമ്മയ്ക്ക് ധാരാളം സാമ്പത്തിക ശേഷിയുള്ള ഒരാളായിട്ട് ഇത്തരം പ്രതിഷേധ പ്രകടനം നടത്തിയത് വളരെ വാസ്തുവിരുദ്ധമാണ് എന്ന് പറഞ്ഞ് ദേശാഭിമാനി പത്രത്തിലും അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പല ആളുകൾ അപമാനിക്കുന്ന ഒരു സാഹചര്യം എത്തി. അപ്പോൾ അങ്ങനെ അപമാനിക്കുന്ന സാഹചര്യം എത്തിയപ്പോൾ മറിയക്കുട്ടിയമ്മ അങ്ങനെ ഇത് കണ്ടപ്പോൾ ഇത് യാതൊരു പെൻഷൻ വാങ്ങി മാത്രം ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ അപമാനകരമായ ഒരു വാർത്തയായി വന്നു. അപ്പോൾ അന്നേരം എന്നെ സമീപിച്ചു, ഇങ്ങനെ ഒരു അപമാനകരമായ വാർത്ത വന്നിട്ടുണ്ട്, അതിനെതിരെ കോടതിയിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കോടതിയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതോടൊപ്പം തന്നെ ഈ പെൻഷൻ തുടർന്ന് ലഭിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കണമെന്ന് മറിയക്കുട്ടിയമ്മ എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നിയപ്പോൾ ഞാൻ ഈ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചീഫ് എഡിറ്റർ, ന്യൂസ് എഡിറ്റർ, അതോടൊപ്പം തന്നെ ബ്യൂറോ ചീഫ്, അങ്ങനെയുള്ള ആളുകൾ പ്രതിയാക്കിക്കൊണ്ട് അടിമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മറിയക്കുട്ടിയമ്മയെ അപമാനിച്ചതിന് അപകീർത്തി കേസ് ഫയൽ ചെയ്യുകയുണ്ടായി. അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൻ്റെ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് ആ കേസ് ഫയൽ ചെയ്തത്. 499, 500 വകുപ്പുകൾ പ്രകാരം 501 വകുപ്പുകളും ഇവിടെ വരും. കാരണം പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അങ്ങനെ കേസ് ഫയൽ ചെയ്തു. അത് കോടതി ഫയലിൽ സ്വീകരിച്ച് മറിയക്കുട്ടിയമ്മയുടെ മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും ഈ മറിയക്കുട്ടിയമ്മയെ അപമാനിക്കുകയും മറ്റും ചെയ്തതിന് ശേഷവും പെൻഷൻ കൊടുക്കുന്നുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചില്ല. അപ്പോൾ ആ സർക്കാർ പെൻഷൻ കൊടുക്കുന്നുള്ള നടപടികൾ സ്വീകരിക്കാതെ വന്നപ്പോൾ ആ പെൻഷൻ സമയബന്ധിതമായി ലഭിക്കുന്നതിനും തുടർന്ന് വരുന്ന മാസങ്ങളിൽ ഇത് കിട്ടുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് മറിയക്കുട്ടിയമ്മ പറഞ്ഞതനുസരിച്ച് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ റിട്ട് ഫയൽ ചെയ്തു. ആ റിട്ട് കഴിഞ്ഞ ദിവസം ഹിയറിങ്ങിന് വന്ന സമയത്ത് സർക്കാരിനോട് അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകാനായിട്ട് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പെൻഷൻ കൊടുക്കാൻ അവർക്ക് അർഹതയുണ്ട്, അവർ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ള ആളാണ്, പക്ഷേ പെൻഷൻ കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാരണം ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് കൊടുക്കും എന്നുള്ള ഒരു സമീപനമാണ് ഗവൺമെൻറ് വക്കീലിൻ്റെ ഭാഗത്തു നിന്നും സ്വീകരിച്ചിട്ടുള്ളത്. വളരെ മോശമായ ഒരു സമീപനമാണ്. കാരണം ഇത്തരത്തിൽ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന 57 ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അത് എൻ്റെ പല കടമ്പകളിലൂടെ അവർക്ക് പെൻഷൻ അർഹതയുണ്ടോ, അവരുടെ പെൻഷനുള്ള അർഹത എന്താണ് എന്നെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് ഇവർക്ക് പെൻഷൻ നൽകുന്നത്. ആ പെൻഷൻ അർഹതയുള്ള 57 ലക്ഷത്തോളം ആളുകൾ കേരളത്തിൽ ഈ പെൻഷൻ അർഹതയുള്ള ആളുകൾ നിൽക്കുമ്പോൾ ആ പെൻഷൻ കൊടുക്കുവാൻ സർക്കാർ തയ്യാറാകാതെ വന്ന സാഹചര്യത്തിലാണ് ഞാൻ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഹൈക്കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്, സർക്കാർ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു പെറ്റീഷനാണ്, മറിയക്കുട്ടിയമ്മേൻ്റെ പിന്നിൽ വേറെ ലോബികളാണ് ഉള്ളത് എന്നൊക്കെയാണ്. എന്താണ് അന്ന് കോടതിയിലുണ്ടായിട്ടുള്ള സംഭവങ്ങൾ അതിനെതിരെ? ഒരിക്കലും അതൊരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മറിയക്കുട്ടിയമ്മ മറ്റൊരു അമ്മച്ചിയോടൊപ്പം 2 പേർ ഒറ്റയ്ക്കാണ് ഈ ടൗണിലൂടെ പ്രതിഷേധം നടത്തിയത്, പിച്ചച്ചട്ടിയെടുത്ത്. അതോടൊപ്പം തന്നെ മറിയക്കുട്ടിയമ്മയ്ക്ക് അടിമാലിലുള്ള പരിചയം വെച്ചിട്ടാണ്, എൻ്റെ അടുത്ത് രാഷ്ട്രീയക്കാരൊന്നും അല്ല മറിയക്കുട്ടിയമ്മയെ കൊണ്ടുവന്നത്.
ഞാൻ മറിയക്കുട്ടിയമ്മ പറഞ്ഞതനുസരിച്ച് കേസ് ഫയൽ ചെയ്തു. അതോടൊപ്പം തന്നെ മറിയക്കുട്ടിയമ്മയെ സംബന്ധിച്ച് സാമ്പത്തികമായി യാതൊരു ശേഷിയുമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്നും പണം മുടക്കി, അതായത് തികച്ചും ഫ്രീ ആയിട്ടാണ് ഞാൻ സൗജന്യമായിട്ടാണ് മറിയക്കുട്ടിയമ്മയ്ക്ക് വേണ്ടിയിട്ട് 2 കേസുകളും ഫയൽ ചെയ്തിരിക്കുന്നത്. കാരണം അതൊരു രാഷ്ട്രീയ പ്രേരിതമാണെങ്കിൽ മറിയക്കുട്ടിയമ്മയ്ക്ക് രാഷ്ട്രീയക്കാർ പൈസ കൊടുക്കുകയും മറ്റും ചെയ്യണമല്ലോ. എന്നെ സംബന്ധിച്ച് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ മറിയക്കുട്ടിയമ്മ എന്നെ സമീപിച്ചു, കേസ് ഫയൽ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് മറിയക്കുട്ടിയമ്മയുടെ ആ ഒരു സാഹചര്യം കണ്ടപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കണമെന്നുള്ള ഒരു തോന്നലാണ് ഞാൻ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് സമൂഹത്തോടൊരു ധാർമ്മികം. താങ്കൾ ആരാണ് ശരിക്കും അഡ്വക്കേറ്റ് എന്നുള്ള രൂപത്തിൽ ആരാണ്? ഏത് ബാറിലെ അഡ്വക്കേറ്റ്? ഞാൻ അടിമാലി കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ എന്നാണ് എൻ്റെ പേര്. ഞാൻ അടിമാലി കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അടിമാലിയിലാണ് എൻ്റെ ഓഫീസ്. അതോടൊപ്പം തന്നെ ഞാൻ കേരള ഹൈക്കോടതിയിലും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കേരള ഹൈക്കോടതിയിൽ എറണാകുളത്തും എനിക്ക് ഓഫീസുണ്ട്. അപ്പോൾ ഈ 2 കേസുകളും ഞാനും എൻ്റെ അസോസിയേറ്റ്സും കൂടി നേരിട്ടാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഈ ഡിഫമേഷൻ കേസിൽ എന്തൊക്കെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഡിഫാമേഷൻ കേസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് തികച്ചും ഈ ഡിഫാമേഷൻ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വാസ്തുവിരുദ്ധമായ ഒരു വ്യക്തിയെക്കുറിച്ച് വാസ്തുവിരുദ്ധമായ വാർത്ത പ്രചരിപ്പിക്കുകയാണെങ്കിൽ അത് ഡിഫാമേഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഇപ്പോൾ മറിയക്കുട്ടിയമ്മച്ചിയെ സംബന്ധിച്ച് അവർ പ്രചരിപ്പിച്ചിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് മറിയക്കുട്ടിയമ്മ പെൻഷൻ കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരാളാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണല്ലോ ഈ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ പ്രതിഷേധവുമായിട്ട് ഇറങ്ങിയ സാഹചര്യത്തിൽ ധാരാളം സ്വത്തുക്കളുള്ള, ധാരാളം വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് രാഷ്ട്രീയ പ്രേരിതമായി ചെയ്തതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ദേശാഭിമാനി അത്തരത്തിൽ വാർത്ത പ്രസിദ്ധീകരിച്ചത്. അതിന് മറിയക്കുട്ടിയമ്മച്ചി വില്ലേജിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു. മറിയക്കുട്ടിയമ്മച്ചിയുടെ പേരിൽ ഈ മന്നാങ്കണ്ടം വില്ലേജിലോ ഒരിടത്തും യാതൊരു സ്വത്തുവകകളും നിലനിൽക്കുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ അടുത്ത് ഹാജരാക്കി. അവർ പറഞ്ഞത് പത്രത്തിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് 2 വീടുകളുണ്ടെന്നും പഴമ്പള്ളിച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്ത് 1.5 ഏക്കർ സ്ഥലമുണ്ടെന്നും ഒക്കെയാണ് പത്രത്തിൽ വാർത്ത പറഞ്ഞത്. മകൾ വിദേശത്താണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ മറിയക്കുട്ടിയമ്മച്ചി പറഞ്ഞതനുസരിച്ച് എനിക്ക് 2 മക്കളെ അറിയാം, പേഴ്സണലി അറിയാവുന്നതുകൊണ്ട്. അവർ 2 പേരും ഒരാൾ ലോട്ടറി വിൽപ്പന നടത്തുന്ന ഒരാളാണ്, ഒരാൾ കൂലിപ്പണി എടുക്കുന്ന ഒരാളാണ്. മറിയക്കുട്ടിയമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് യാതൊരു വരുമാന മാർഗ്ഗങ്ങളും ഇല്ല എന്ന് എനിക്കറിയാം. അതുകൂടാതെ സർക്കാരിൽ നിന്നും മറിയക്കുട്ടിയമ്മച്ചിയുടെ പേരിൽ യാതൊരു സ്വത്തുക്കളോ വരുമാന മാർഗ്ഗങ്ങളോ ഇല്ല എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് സർട്ടിഫിക്കറ്റ് തന്നിട്ടുണ്ട്. അത് 2 കോടതികളിലും ഞാൻ ഹാജരാക്കിയിട്ടുമുണ്ട്. മറിയക്കുട്ടിയമ്മച്ചിക്ക് സ്വത്തുവകകളില്ല എന്നുള്ള. അപ്പോൾ തികച്ചും ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച വാർത്ത എന്ന് പറഞ്ഞാൽ തികച്ചും വാസ്തുവിരുദ്ധമാണ്. അപ്പോൾ അത് ഡിഫാമേഷൻ്റെ പരിധിയിൽ വരുന്ന വളരെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരാളെക്കുറിച്ച് ഇത്രയും പ്രായമുള്ള ഒരമ്മച്ചി പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ പ്രതിഷേധിച്ചപ്പോൾ വളരെ മോശമായിട്ട് അവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് നമുക്ക് സമൂഹത്തിന് വളരെ തെറ്റായ ഒരു മെസ്സേജ് നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ദേശാഭിമാനി തന്നെ അതിൽ മാപ്പ് പറയുകയും പ്രസിദ്ധീകരിച്ച തെറ്റാണെന്ന് പറയുകയും ചെയ്തല്ലോ. ദേശാഭിമാനി നൽകിയിരിക്കുന്ന മാപ്പ് എന്ന് പറയുന്നത് അതൊരു വലിയ കോളത്തിലാണ് വാർത്ത കൊടുത്തത്. ഫ്രണ്ട് പേജിൽ വരുന്ന വാർത്തയാണ് ഈ മറിയക്കുട്ടിയമ്മച്ചിയെക്കുറിച്ച് വാസ്തവവിരുദ്ധമായിട്ട് കൊടുത്തത്. അതിനുശേഷം ഏതോ ഒരു പേജിൽ ആരും കാണാത്തൊരു കോണിലാണ് ഈ ചെറിയ മാപ്പ് പറഞ്ഞ് വാർത്ത കൊടുത്തിരിക്കുന്നതെന്നാണ് മറിയക്കുട്ടിയമ്മച്ചി എന്നോട് പറഞ്ഞത്. അപ്പോൾ ആ മാപ്പ് സ്വീകരിക്കാൻ മറിയക്കുട്ടിയമ്മച്ചി തയ്യാറല്ല. നിയമപരമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് മറിയക്കുട്ടിയമ്മച്ചി ആഗ്രഹിക്കുന്നത്. കാരണം ഇനിമേലിൽ ഈ സമൂഹത്തിൽ ആർക്കും ഇത്തരത്തിലുള്ള ഒരു അപമാനകരമായ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നീക്കം ഈ പത്രത്തിൽ നിന്നും ഉണ്ടാകാനോ പാടില്ല. അതൊരു സമൂഹത്തിന് ഒരു മെസ്സേജ് നൽകണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിന് ശരിയായ നീതി ലഭിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മറിയക്കുട്ടിയമ്മച്ചി എന്നെ സമീപിച്ചതും. ആ മാപ്പ് സ്വീകരിക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നിയമ നടപടികൾ തുടർന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് അമ്മച്ചി എന്നോട് ആവശ്യപ്പെട്ടത്. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ ആ കേസ് എത്രമാത്രം നിലനിൽക്കും? തീർച്ചയായും ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഒരു ആളെ സംബന്ധിച്ച് അപകീർത്തികരമായ എന്ന് മാത്രമല്ല വാസ്തവവിരുദ്ധമായ സത്യവിരുദ്ധമായ അങ്ങനെ കൂടി നിയമത്തിൽ പറയുന്നുണ്ട്. ഈ സെക്ഷനിൽ പറയും അതായത് സത്യവിരുദ്ധമായ ഒരു വാർത്ത പ്രചരിപ്പിക്കുക. അത് ആ സത്യവിരുദ്ധമായ വാർത്ത പ്രചരിപ്പിക്കുമ്പോൾ അത് തികച്ചും അപകീർത്തികരമാണ്. അപ്പോൾ സത്യവിരുദ്ധമായ വാർത്തയാണ് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അത് സത്യവിരുദ്ധമായ വാർത്തയാണ് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന തരത്തിൽ ആണ് ഈ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. ദേശാഭിമാനി ഓൾറെഡി മാപ്പ് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ചെയ്തിരിക്കുന്ന തെറ്റാണ് എന്നുള്ള ഒരു അഡ്മിഷനാണ് അതിനകത്ത് വന്നിരിക്കുന്നത്. അവർ ചെയ്ത് തെറ്റായി പോയി എന്ന് അവർക്ക് തന്നെ ബോധ്യം വന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ അത് ഈ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ച് അതിൽ നിന്നും അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരാളുടെ മനസ്സാണ് ആ ഒരു ചെറിയ വാർത്തയെ കോളത്തിൽ ഒതുക്കുന്ന വാർത്തയിൽ മാപ്പ് കൊടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. പക്ഷേ ആ മാപ്പ് കൊണ്ട് ഒരിക്കലും ആ തെറ്റ് ഇല്ലാതെ ആവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് അവർ തെറ്റാണ് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതുമായിട്ട് മുമ്പോട്ട് പോകുവാൻ തന്നെയാണ് തീർച്ചയായും മറിയക്കുട്ടിയമ്മച്ചി എന്നോട് പറഞ്ഞിരിക്കുന്നത്. അതനുസരിച്ച് മറിയക്കുട്ടിയമ്മച്ചിക്ക് നീതി ലഭിക്കുന്നവരെ
വളരെ ശക്തമായിട്ട് കോടതിയിലെ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന കഥാപാത്രമാണ് മറിയക്കുട്ടിയമ്മ. 78 വയസ്സുകാരിയായ മറിയക്കുട്ടിയമ്മ ഇന്ന് ഏറ്റവും പിണറായി വിജയനോട് നേർക്കുനേർ നിന്ന് പോരാട്ടം നടത്തുകയാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ അവരുടെ ഈ കേസ് എത്രമാത്രം പ്രാധാന്യമുണ്ട്? അവരുടെ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത് കണക്കാക്കുന്ന അവരുടെ ഒരാളുടെ വ്യക്തിപരമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. കാരണം നമുക്ക് സർക്കാർ കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച്, അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് ഇത്തരത്തിൽ പെൻഷൻ ലഭിച്ച് ജീവിക്കുന്ന 57 ലക്ഷത്തോളം ആളുകളുണ്ടെന്നാണ് പറയുന്നത്. ആ 57 ലക്ഷത്തോളം ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ ഇപ്പോഴും സർക്കാർ ഹൈക്കോടതിയിൽ എന്താ പറഞ്ഞത്? സർക്കാർ അവർക്ക് പെൻഷൻ കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്, പക്ഷേ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അപ്പോൾ കോടതി എടുത്തു ചോദിച്ചു, പൂവർ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ആണോ സർക്കാരിൻ്റെ? അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിൽ തന്നെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ സാഹചര്യത്തിൽ ഞങ്ങളെ പെൻഷൻ കൊടുക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. അത് എപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് ജഡ്ജി ചോദിച്ചു. അതും അവർക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ പാവപ്പെട്ട ആളുകൾ, അതായത് 57 ലക്ഷത്തോളം മറിയക്കുട്ടിയമ്മച്ചിയെ പോലെ പ്രായം ഉള്ള, ജീവിക്കാൻ പറ്റിയ യാതൊരു മാർഗങ്ങളുമില്ലാത്ത മറിയക്കുട്ടിയമ്മച്ചി എന്നോട് പറഞ്ഞത്, എനിക്ക് ഈ പൈസ ഞാൻ ഉപയോഗിക്കുന്നത് മരുന്നിനും എണ്ണ, സോപ്പ്, അരി തുടങ്ങിയ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, നിത്യജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പം നിത്യജീവിതത്തിന് വേണ്ടി ഇതിനെ ആശ്രയിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 5 മാസം 6 മാസം ഇത് മുടങ്ങുമ്പോൾ അവരുടെ നിത്യജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് ആളുകളുണ്ട് എന്ന് സർക്കാരിന് ബോധ്യം വരണം. അപ്പോൾ അതിന് തുടർന്ന് ഇപ്പോൾ ഹൈക്കോടതിയിൽ എടുത്തിരിക്കുന്ന കേസിൽ പ്രധാനപ്പെട്ട ഒരു പ്രയർ എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള പെൻഷൻ മുടങ്ങാതെ, യാതൊരു മുടക്കവും കൂടാതെ എല്ലാ മാസവും കിട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആണ് അതിനകത്ത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം മറിയക്കുട്ടിയമ്മച്ചിയുടെ പ്രയർ അതാണ്. അപ്പോൾ മറിയക്കുട്ടിയമ്മച്ചി അന്ന് കോടതിയിൽ കേസ് വന്ന സാഹചര്യത്തിൽ സർക്കാർ പെൻഷൻ കൊടുക്കാൻ തയ്യാറല്ല എന്ന് ബോധ്യപ്പെട്ടു. അതായത് ക്രിസ്മസിന് മുമ്പ് ഈ പെൻഷൻ കൊടുക്കണമെന്ന്, ഒരു മാസത്തെങ്കിലും കൊടുക്കണമെന്ന്, കുടിശ്ശികയായിട്ടുള്ള പെൻഷൻ കൊടുക്കണമെന്ന് നമ്മൾ കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. അത് തയ്യാറാണോ എന്ന് സർക്കാർ വക്കീലിനോട് ചോദിച്ചപ്പോൾ സർക്കാർ വക്കീൽ പറഞ്ഞു അങ്ങനെ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ മറിയക്കുട്ടിയമ്മച്ചിക്ക് അത്യാവശ്യമായ സഹായങ്ങൾ ചെയ്യുന്ന, കോടതിയിലെ പരാതിക്കാരി എന്ന നിലയ്ക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്നോ മറ്റു കോടതിയിൽ നിന്ന് മറ്റ് സഹായങ്ങൾ ചെയ്യാമെന്ന് ജഡ്ജ്, പോസിബിളായ സഹായം ചെയ്യാമെന്ന് ജഡ്ജ് പറഞ്ഞപ്പോൾ മറിയക്കുട്ടിയമ്മച്ചി പറഞ്ഞത്, എനിക്കൊരാൾക്ക് കിട്ടിയതുകൊണ്ട് കാര്യമില്ല, എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് വേണ്ടിയാണ് കോടതിയിൽ പോയത്. അപ്പോൾ എനിക്കൊരാൾക്ക് മാത്രം പൈസ കിട്ടിയത് കൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് എനിക്ക് ആ പൈസ വേണ്ട. കാരണം എന്നെപ്പോലെ അർഹതയുള്ള എല്ലാ ആളുകൾക്കും, സഫർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും കിട്ടുമെങ്കിൽ മാത്രമേ ആ പൈസ വാങ്ങാൻ ഞാൻ തയ്യാറുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ ഹൈക്കോടതിയിലെ ജഡ്ജി തന്നെ പറഞ്ഞു, ഇത്തരത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുള്ളപ്പോൾ അവർക്ക് ക്രിസ്മസ് ആഘോഷിക്കുന്നതിന് വേണ്ടി ഈ പെൻഷൻ കൊടുക്കാൻ പോലും സർക്കാർ തയ്യാറല്ലാത്ത സാഹചര്യത്തിൽ ഒരു സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു ജഡ്ജി എന്ന നിലയ്ക്ക് ഞാൻ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്ര സാർ പറയുന്ന ഒരു സാഹചര്യം വരെ എത്തി. കാരണം അത്രമാത്രം ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറല്ല. കാരണം ഈ പെൻഷൻ വാങ്ങി ജീവിക്കുന്ന ആളുകളുടെ പെൻഷൻ വാങ്ങുന്നത് എന്തിനാണെന്നും അതിലൂടെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നതെന്നും മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറില്ല എന്നാണ് നമുക്ക് കാരണം ഇല്ലെങ്കിൽ ഒരു മാസത്തെങ്കിലും പെൻഷൻ ഞങ്ങൾ കൊടുക്കാമെന്ന് സർക്കാർ കോടതിയിൽ പറയുമായിരുന്നു എന്നാണ് ഞാനൊരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ചിന്തിക്കുന്നത്. ഒരു മാസത്തെ പെൻഷൻ കൊടുക്കാം, അതിനൊരു സാഹചര്യം ഇപ്പോഴുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു മനുഷ്യത്വപരമായ ഒരു തീരുമാനമെന്ന് പറയാമായിരുന്നു. ഈ നവകേരള യാത്ര നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു വലിയ പരാമർശങ്ങൾ കോടതിയിൽ നിന്ന് വരുന്നത്. അത് എത്രമാത്രം ആ യാത്രയെ ബാധിച്ചിട്ടുണ്ട്? ചില കോടിക്കണക്കിന് രൂപ ദൂർത്തടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിലാണ് മറിയക്കുട്ടിയമ്മയുടെ കേസ് ഹൈക്കോടതിയിൽ വരികയും 5 പൈസ കയ്യിലില്ല, കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ വന്ന് പറയുന്നത്. ഇത് എത്രമാത്രം ആ യാത്രയെ എന്ത് സംഭവിച്ചു എന്നുള്ളത്? അത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പൊതുജനങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ നിയമപരമായി നമുക്കതിനെ വിലയിരുത്താൻ കഴിയില്ലെങ്കിൽ പോലും പൊതുജനങ്ങളൊരു പൊതുപ്രവർത്തകൻ കൂടിയാണെന്നാണ് ഞാനൊരു പൊതുപ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്കും ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും ചിന്തിക്കുമ്പോൾ അത് ആ നവകേരള യാത്ര പൊതുജനങ്ങൾ വളരെ കേരള യാത്രയെക്കുറിച്ച് ഒക്കെ വളരെ മോശമായൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു പാവപ്പെട്ട ക്രിസ്മസ് ആഘോഷിക്കാൻ ഇല്ലെങ്കിൽ മരുന്ന് വാങ്ങാൻ എറണാകുളത്ത് പന്തൽ കെട്ടാൻ മാത്രം 10 കോടി രൂപ ചെലവഴിച്ചു എന്നാണ്. അപ്പോൾ അത്രയും ഈ നവകേരള യാത്രയ്ക്ക് ചിലവാക്കിയതിൻ്റെ 10 പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട അമ്മമാർക്ക് പെൻഷൻ കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അത് തന്നെയല്ല, ഞങ്ങൾ ഇതിൻ്റെ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്ന രേഖകൾ അനുസരിച്ച് 2023-24 വർഷത്തെ ബഡ്ജറ്റ് സ്പീച്ചിൽ
പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി 1 ലിറ്റർ പെട്രോളിന് 2 രൂപ സെസ്, അതായത് 1 ലിറ്റർ പെട്രോൾ കൊടുക്കുമ്പോൾ അതിൽ നിന്നും 2 രൂപ സെസ് പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപി പറഞ്ഞത്. അത് ബഡ്ജറ്റിൽ വകയിരുത്തിയിരിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ 500 രൂപ മുതൽ 999 രൂപ വരെ വിലയുള്ള ഒരു കുപ്പി മദ്യം വിൽക്കുമ്പോൾ അതിൽ നിന്ന് 20 രൂപ ഈ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ 1000 മുകളിൽ 500 മുതൽ 999 രൂപ വിലയുള്ള ഒരു മദ്യക്കുപ്പിയിൽ 20 രൂപ മാറ്റി വയ്ക്കുമ്പോൾ 1000 മുകളിലേക്കുള്ള മദ്യക്കുപ്പിയിൽ 40 രൂപ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു എന്നാണ് നമുക്ക്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 1/1/2024 മുതൽ, അതായത് മാർച്ച് 30 ബഡ്ജറ്റ് ഡിക്ലറേഷൻ വന്നതിന് ശേഷം 1/1/2024 മുതൽ ഈ പൈസ പെട്രോൾ വിൽക്കുന്നതിൽ നിന്നും ഡീസൽ വിൽക്കുന്നതിൽ നിന്നും മാറ്റിവെക്കുന്നു. അതോടൊപ്പം തന്നെ മദ്യം വിൽക്കുന്നതിൽ നിന്നും സർക്കാർ മാറ്റുന്നു. അപ്പോൾ അങ്ങനെ മാറ്റിയ ആ പണമുണ്ട്. ആ പണം കൊണ്ട് അവർ ബഡ്ജറ്റ് സ്പീച്ച് പ്രകാരം 400 കോടി രൂപയുടെ, എനിക്ക് തോന്നുന്നു 400 കോടി രൂപ, ഞാൻ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്, 400 കോടി രൂപ അധിക വരുമാനവും അതോടൊപ്പം തന്നെ മദ്യം വിൽക്കുന്നതിലൂടെ 750 കോടി രൂപ അധിക വരുമാനവും പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി കിട്ടുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ആ പണം കൃത്യമായി പിരിക്കുന്നുണ്ട്. ആ പണം പിരിച്ചതിന് ശേഷം പെൻഷൻ കൊടുക്കാതെ വരുമ്പോൾ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് ഈ പെട്രോൾ വിൽക്കുന്നതിൽ നിന്നും 2 രൂപ ഈടാക്കുന്ന സെസ്സും അതോടൊപ്പം തന്നെ മദ്യക്കുപ്പിയിൽ നിന്നും ഈടാക്കുന്ന പൈസ 20 രൂപയും എല്ലാം സർക്കാർ വകമാറ്റി ചെലവ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കുകൾ കൃത്യമായിട്ട് കോടതിയിൽ ഹാജരാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കാനെന്ന് പറഞ്ഞ് പിരിച്ചെടുക്കുന്ന പണം പോലും മറ്റു ദൂർത്തുകൾക്ക് ചിലവാക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള സർക്കാർ പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കേസ് ഹിയറിങ്ങിന് എടുക്കുന്ന ഇൻ്റർവ്യൂ ഓർഡറിന് ഹിയറിങ്ങിന് എടുക്കുന്ന സമയത്തും ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ പ്രതീക്ഷ സർക്കാർ വക്കീൽ 1 മാസത്തെങ്കിലും പെൻഷൻ കൊടുക്കാം എന്ന് പറയുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞാൻ മാത്രമല്ല, കോടതി അക്ഷരാർത്ഥത്തിൽ, കാരണം എന്നെ ഒരു കേരള ഹൈക്കോടതിയിൽ ഇത്രമാത്രം ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൂടെ ജഡ്ജ് വരെ കടന്നുപോയ ഒരു കേസില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് വളരെ വികാരാധീനനായിട്ടാണ് കോടതിയിൽ ജഡ്ജ് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് അവർ തമ്മിലുണ്ടായിട്ടുള്ള, ഗവൺമെൻറ്റും അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് തന്നെ പറയാലോ, വാക്കുതർക്കമല്ല, അത് സർക്കാർ വക്കീലിൻ്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഒരു പരാതിക്കാരിയുടെ അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, സർക്കാരിൻ്റെ ജഡ്ജിനെ, ജസ്റ്റിസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പൊതുജനങ്ങളുടെ ഒരു വികാരം, അല്ലെങ്കിൽ വലിയ ഒരു ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഒരു അവരുടെ ഒരു ബുദ്ധിമുട്ടിന് പരിഹാരത്തിന് വേണ്ടിയാണ് കേസിനെ സമീപിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, മറിയക്കുട്ടിയമ്മ VIP ആണ് എന്ന് പറഞ്ഞൊരു പ്രതികരണം പറയുകയുണ്ടായി. അതെ, തീർച്ചയായും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നവകേരള സദസ്സൊക്കെയായിട്ട് മുമ്പോട്ട് പോയപ്പോൾ പൗരപ്രമുഖരെയൊക്കെ ആദരിക്കുകയും പൗരപ്രമുഖരുമായിട്ട് ചർച്ച നടത്തിയും അവരുമായിട്ട് പ്രഭാത ഭക്ഷണമൊക്കെ പങ്കിടുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും മാർഗമില്ലാതെ ഈ അമ്മച്ചി ഹൈക്കോടതിയെ സമീപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ആ സാഹചര്യത്തിലേക്ക് എത്തിയപ്പോൾ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിലെ എല്ലാ പൗരന്മാരും ഒരേ തട്ടിൽ കാണേണ്ട ആളുകളാണ്. പക്ഷെ പണമുള്ള ആളുകളെ മാത്രം വലിയൊരു തട്ടിൽ തിരിക്കുകയും പാവപ്പെട്ടവർക്ക് ഒന്നും കൊടുക്കാൻ, കാരണം അതിനകത്ത് എനിക്ക് തോന്നുന്നത് ജഡ്ജിന് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് 1 മാസത്തെ പെൻഷൻ പോലും കൊടുക്കാൻ തയ്യാറല്ല, ഇല്ലെങ്കിൽ എന്ന് കൊടുക്കുമെന്ന് പറയാൻ തയ്യാറല്ല. ഒരു മാസത്തെ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മാത്രവുമല്ല, ജഡ്ജ് ഇതിനെ സംബന്ധിച്ച് മോശമായ കമൻറ്റ് പറഞ്ഞതായിട്ട് പത്രങ്ങളിൽ വാർത്ത വന്നു എന്നുള്ളൂ GP പറയണ്ടേ, സർക്കാർ വക്കീൽ പറയണ്ടേ. ജഡ്ജിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും അങ്ങനെ ഒരു ഇതുണ്ടായിട്ടില്ല. ജഡ്ജിനെ സംബന്ധിച്ചിടത്തോളം വളരെ മനുഷ്യത്വപരമായി അതിനെ സമീപിക്കുകയും നിയമപരമായി സർക്കാരിൽ നിന്നും അത് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ ധിക്കാരപരമായ, അല്ലെങ്കിൽ വളരെ ഒരു ധാർഷ്ട്യത്തോടു കൂടിയുള്ള ഒരു സമീപനമാണ് കോടതിയിൽ സർക്കാർ വക്കീലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് യാതൊരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അത് കോടതിയെ ധിക്കരിക്കുന്ന വക്കീൽ ഊതായിരുന്നു. അതെ, അദ്ദേഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് ജഡ്ജിന് ഇല്ലെങ്കിൽ കോടതിയിലുണ്ടായിരുന്ന ആളുകൾക്കും ഇല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യം എന്ന് പറയുന്നത് ഈ പാവപ്പെട്ട ആളുകളുടെ ആ ജീവിതത്തിന് പോലും യാതൊരു വിലയും കൊടുക്കാത്ത, കാരണം നമ്മളിതിനെ വളരെ ഗൗരവമായി കാണണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 57 ലക്ഷത്തോളം ആളുകൾ പെൻഷൻ മാത്രം വാങ്ങി ജീവിക്കുന്ന ഒരാളുകളുണ്ടെന്ന് പറയുമ്പോൾ ഈ 1600 രൂപ മാസം കിട്ടുന്നു നോക്കിയിരിക്കുകയാണ് എന്തിന് അവരുടെ മരുന്ന് വാങ്ങാൻ.
അവർക്ക് അരി വാങ്ങാൻ, അവർക്ക് മറിയക്കുട്ടി അമ്മച്ചി പറഞ്ഞ് എണ്ണ പോലും വാങ്ങാനായിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത് കിട്ടാതെ വന്നപ്പോൾ അവരിലുണ്ടാക്കിയ അല്ലെങ്കിൽ ആ പാവപ്പെട്ട ആളുകൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ആ ഒരു സാഹചര്യം മനസ്സിലാക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് കേരളത്തിലെ എന്താണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ആ വികാരം കണക്കിലാക്കുവാൻ ഇല്ലെങ്കിൽ അവരെ സഹായിക്കുവാൻ സർക്കാർ തയ്യാറല്ല എന്നുള്ളതാണ് കോടതിയിൽ അവർ പറഞ്ഞതിൻ്റെ അർത്ഥമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് അവരുടെ പെരുമാറ്റവും കോടതിയിലുണ്ടായത്. അപ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൊടുക്കാൻ ശ്രമിക്കാം എന്നുപോലും ഒരു വാക്ക് ജി പിയിൽ നിന്നും ഉണ്ടായില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ കൊടുക്കാം ശ്രമിക്കാം എന്നൊരു വാക്ക് പോലും ഉണ്ടായില്ല. അപ്പോൾ അത് കൊടുക്കാൻ തയ്യാറല്ല. ജഡ്ജി ചോദിച്ചു, അവർ പരാതിക്കാരി പെൻഷൻ കിട്ടാൻ അർഹയാണ്, പക്ഷെ നിങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല എന്നല്ലേ പറയുന്നതെന്ന് ചോദിച്ചു. അത് തന്നെയാണ് പറയുന്നതെന്നാണ് ജി പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ പ്രതികരണം. അപ്പോൾ അത് വളരെ സമൂഹത്തിൻ്റെ ജഡ്ജി പറഞ്ഞത് പണമില്ല എന്നുള്ള കാരണം കൊണ്ട് മറിയക്കുട്ടി അമ്മച്ചി ഒരു രണ്ടാം തരത്തിലേക്ക് പോകുന്ന ഒരാളല്ല, VIP തന്നെയാണ്. അതായത് സർക്കാർ പണമുള്ള ആളുകളെ VIP ആയിട്ട് കാണുമ്പോൾ അതേ തട്ടിൽ കാണേണ്ട ആളാണ് മറിയക്കുട്ടി അമ്മച്ചി. അതുകൊണ്ട് ആ മറിയക്കുട്ടി അമ്മച്ചിയുടെ അവകാശങ്ങൾക്കും അതേ പ്രാധാന്യമുണ്ട്. അത് സർക്കാർ ആ അർത്ഥത്തിൽ എടുക്കണമെന്നാണ് ജഡ്ജി പറഞ്ഞത്. പക്ഷേ അതൊന്നും പരിഗണിക്കുവാൻ സർക്കാർ തയ്യാറായില്ല, സർക്കാർ വക്കീലും തയ്യാറായില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നമുക്ക് കാണാൻ സാധിച്ചത്.